ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്നൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ? അതും കൊച്ചി സ്റ്റൈലിൽ ഒരു ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ഒരു ബീഫ് കറി എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. ഇത് ഒരു വ്യത്യസ്ത രുചിയാണ്, വ്യത്യസ്ത ടേസ്റ്റാണ്. രണ്ടും ഒന്ന് തന്നെയാണല്ലേ? എന്നാൽ പോട്ടെ. അപ്പോൾ ദാ ബീഫ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുവാനായിട്ട് എന്തൊക്കെ ആവശ്യമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ദാ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഐറ്റംസ്. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും പേര് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങൾ തന്നെയാണ്, എങ്കിലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ദാ ബീഫ് നല്ല കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വലിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തക്കാളി, സവാള, പിന്നെ ചുവന്നുള്ളി, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ടുണ്ട്. പിന്നെ പട്ട, കറയാമ്പൂ, ഏലക്ക, പിന്നെ ബീഫ് മസാല, അതേപോലെ തന്നെ ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, ഇതൊക്കെയാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മളുടെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ബീഫ് എടുത്തതാ കുക്കറിലേക്ക് ഇട്ടു. ബീഫ് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അങ്ങനെ കുക്കറിലേക്ക് ഇട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് പട്ടയും കറയാമ്പൂവും ഏലക്കയും പിന്നെ ഒന്ന് രണ്ട് കുരുമുളകും കൂടി സൈഡിൽ കിടപ്പുണ്ട്. അതവിടെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഇത്തിരി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി ശരിക്കും ഒന്ന് യോജിപ്പിച്ച് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലാണ് ഇത് നമ്മൾ വേവിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. അങ്ങനെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ജീരകം ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. പിന്നെ പച്ചമുളകും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോഴല്ലോ കേട്ടോ, നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ സൗണ്ടൊക്കെ ഒന്ന് കേട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ചുവന്നുള്ളിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് സവാള കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. സവാള കൊത്തിയരിയിൽ ഇതൊന്നും അല്ല, എങ്കിലും ഞാനൊരു ഓളത്തിനങ്ങോട്ട് പറഞ്ഞതാണ് കൊത്തിയരിഞ്ഞെന്ന്. അപ്പോൾ സവാളയും കൂടി ഇട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് വരട്ടെ. അതായത് എണ്ണയിൽ കിടന്ന് ഒരു ഒത്തിരി ബ്രൗണൊന്നും കളറൊന്നും ആവണ്ട, ഒരല്പം ബ്രൗണിഷ് ആയിക്കോട്ടെ, അത് മതി. അപ്പോൾ കണ്ടോ, ഇതേപോലെ ആയാൽ മതി. ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കതിലേക്ക് ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഇളക്കിക്കൊണ്ടിരുന്ന് വെച്ചാൽ മറ്റേ മരത്തിൻ്റെ തവ ചട്ടിയിലോട്ടൊക്കെ വീഴുന്നുണ്ടായിരുന്നു. ആരും കണ്ടില്ലല്ലോ അല്ലേ? ആരും കണ്ടില്ലെങ്കിൽ പോട്ടെ. ഇനി നമുക്കതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒരല്പം മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മുപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളുടെ എരിവ് പോലെയാണ് നമ്മൾ കറിയിൽ ചേർക്കുന്ന മുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ആവശ്യം. അതാണ് നമ്മൾക്ക് എപ്പോഴും കറക്റ്റായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന അളവുകളൊന്നും ശ്രദ്ധിക്കേണ്ട. ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായിട്ടുള്ള ടേസ്റ്റുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടേസ്റ്റ് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നല്ല ചാറൊക്കെ കുറുകി നല്ല ഗ്രേവി ആയി വരും. ഇപ്പോൾ തന്നെ നല്ല മസാലയുടെ സ്മെല്ലൊക്കെ നല്ലതുപോലെ വന്നു തുടങ്ങി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇറച്ചി വേവിക്കാൻ നേരത്ത് ഉപ്പിടാതെ വേവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മളുടെ ഗ്രേവിയൊക്കെ ഏകദേശം റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട്. അത് കണ്ടോ, കളറൊക്കെ മാറി നല്ല സെറ്റപ്പായിട്ടൊക്കെ ഇങ്ങനെ ഗ്രേവി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. ബീഫിൻ്റെ ഒപ്പം ഞങ്ങൾ ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കും, അതല്ല ചിലപ്പോൾ കായ ചേർക്കും, പിന്നെ അതുമല്ലെങ്കിൽ ചിലപ്പോൾ വിന്താരി ഇറച്ചി ഉണ്ടാക്കും. പിന്നെ ഇവിടെ കൊച്ചിയിൽ മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമുണ്ട്, ബീഫ് പുഴുങ്ങിയതെന്ന് പറയും. ബീഫ് പുഴുങ്ങിയതും പൊട്ടും. ബീഫ് പുഴുങ്ങിയതെന്ന് പറയുമ്പോഴത്തേക്കും അത് കേട്ടാരും ഞെട്ടണ്ട, കാരണം അതിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും. പക്ഷേ ഒരു അപാര രുചിയാണതിന്. അത് കഴിച്ച് തന്നെ അറിയണം അത്. അപ്പോൾ നമ്മളുടെ കുക്കറിൽ ഇട്ടിരിക്കുന്ന നമ്മളുടെ ബീഫും ഉരുളക്കിഴങ്ങും. അപ്പോൾ ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് രണ്ടാമത് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു വിസിലും കൂടി കൊടുത്തിട്ട് വേവിച്ചെടുത്തത്. അതിന് ശേഷം ഇനി ചട്ടിയിലേക്ക് എല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് ആ മസാല കൂട്ടൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച്
ഇനി ആ ചാറൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിയുന്നത് വരെയും നമുക്കിതിനെ പതിയെ 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 ചെറിയ തീ വെച്ചുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാം വെന്ത് കഴിഞ്ഞാണ് ഇനി ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി ആ ഉരുളക്കിഴങ്ങ് ഒന്നുകൂടെ ഉടഞ്ഞൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല തിക്ക് ഗ്രേവി ആകും. കഴിക്കാനായിട്ടൊക്കെ ഒരു പ്രത്യേക രുചിയായിരിക്കും. അതേപോലെ തന്നെ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. ആരെങ്കിലും പുറത്ത് വന്ന് നിന്നാൽ മതിയാകും, അവർക്ക് അപ്പം കിട്ടും ബീഫ് കറിയുടെ സ്മെല്ല്. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല മണമായിട്ടുള്ള ഒരു ബീഫാണിത്. കാരണം നമ്മൾ ചേർക്കുന്ന മസാലക്കൂട്ടുകൾ അങ്ങനെയാണ്, അതിൻ്റേതാണ് ഇതേപോലെ തന്നെ നല്ല സ്മെല്ല് കിട്ടാനായിട്ടുള്ള കാരണം. അപ്പോൾ പിന്നെ വായിൽ വെള്ളം നിറഞ്ഞില്ലെങ്കിലേ അല്ലേ അത്ഭുതമുള്ളൂ. പിന്നെ പൊതുവേ നമ്മൾക്ക് മലയാളികൾക്ക് ബീഫിനോടൊരു പ്രത്യേക താല്പര്യമുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതാ നമ്മളുടെ ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് ഒക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കഴിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, അതിൻ്റെ ഗ്രേവിയൊക്കെ കണ്ടോ? നല്ല സൂപ്പറായിട്ട് എല്ലാം വെന്ത് ഉടഞ്ഞ് സവാളയൊക്കെ നല്ല സ്റ്റൈലായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ചുവന്നുള്ളി മാത്രം വെന്തിട്ടുണ്ടാകും, അത് ഉടഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അത് അതേപോലെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. കാരണം ഉണ്ടാക്കി ഉടനെ അത് എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഉള്ളിയുടെ ടേസ്റ്റ് തന്നെയായിരിക്കാം. അപ്പോൾ ഒരു 4-5 മണിക്കൂറായി കഴിഞ്ഞ് രാത്രി അത്താഴത്തിൻ്റെ ഒപ്പം എടുത്ത് ആ ചുവന്നുള്ളിയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതേപോലെ എന്നെങ്കിലും ഒരിക്കൽ ഒന്ന് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇത് അത്രയ്ക്ക് വെരി വെരി സ്പെഷ്യലാണിത്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ അല്ലു.